എൻ്റെ പേര് ജെസ്സി. ഞാൻ കോട്ടയം ജില്ലയിൽ മണിമല എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ആദ്യമേ തന്നെ അമ്മ മാതാവിന് തിരുക്കുമാനും കോടാനും നന്ദി പറയുന്നു. ആദ്യമേ തന്നെ പറയുന്നു, എൻ്റെ ഈ വലത് കൈ മുകളിലേക്ക് ഉയർത്തുവാനോ പുറകിലേക്ക് തിരിക്കുവാനോ എനിക്ക് ഡ്രസ്സ് ഇടുവാനോ പറ്റത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. ഡോക്ടറെ കാണിച്ചു, MRI സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ അല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല എന്ന് പറഞ്ഞു. ആ സമയം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമാകട്ടെ ഓരോ ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണ സൗഖ്യം തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ വലത് ബ്രസ്റ്റിനും കാലിൻ്റെ മുട്ടിന് താഴെ 2 കാലിനും വേദനയായിരുന്നു. ഞാൻ അമ്മ മാതാവിൻ്റെ വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് പൂർണ്ണമായി മാറിക്കിട്ടി. കഴിഞ്ഞ ദിവസത്തെ ഡെയിലി ബ്രെഡ് ശുശ്രൂഷ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കാലിൻ്റെ ഞരമ്പ് ബഡ്ജ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അച്ഛനപ്പോൾ ആ സമയത്ത് വിളിച്ചു പറഞ്ഞു, ഞരമ്പ് ബഡ്ജ് ചെയ്തവരെ സൗഖ്യപ്പെടുത്തുന്നു. ആ സമയം തന്നെ അത് മാറിക്കിട്ടി, പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെ എൻ്റെ ആൻറ്റിക്ക് ടെൻഷൻ കൂടിയിട്ട് അപ്പടി രോഗങ്ങളായിരുന്നു. ഡോക്ടേഴ്സിനെ പലരെയും കാണിച്ച് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ എല്ലാവർക്കും പത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ മാസവും നിശ്ചിത ഒരു തുക 2-3 വീട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും ബൈബിള് അരമണിക്കൂർ മിച്ചം വായിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിന് കോടാനും നന്ദി പറയുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ജെസ്സി മാത്യു വിശുദ്ധ തൈലം ഉപയോഗിച്ചും അമ്മയോട് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ മകൾക്ക് കിട്ടി. വലത് കൈ മുകളിലോട്ട് ഉയർത്താനോ താഴ്ത്താനോ ഒന്നും പറ്റുന്നില്ല. വളരെ നാൾ അമ്മമ്മ ഈ മകളെ വിഷമിപ്പിക്കുന്നു. ഡ്രസ്സ് ഇടുവാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. MRI സ്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഓപ്പറേഷൻ പറഞ്ഞില്ലല്ലോ, ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും ഈ മകൾ ദൈവം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈ മകളെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. എല്ലാ ജോലികളും അവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ മാതാവിൻ്റെ ശക്തിയായിട്ട്, ഈശോയുടെ ശക്തിയായിട്ട് അനുഗ്രഹമാണ് ഇവർക്ക് കിട്ടിയത്. അതുപോലെ തന്നെ വലത് ബ്രസ്റ്റിനും കാലിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അതെല്ലാം അമ്മ മാറ്റിക്കൊടുത്തു. എല്ലാം വിശുദ്ധ നേർച്ച വസ്തുക്കളുടെ പ്രയോഗം മൂലമാണ് അതെല്ലാം മാറിക്കിട്ടിയത്. അതുപോലെ തന്നെ കാലിൻ്റെ ഞരമ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കാലിൻ്റെ ഞരമ്പെൻ്റെ ബൾജ് ചെയ്ത് നിൽക്കുവാൻ 8 മാസമായിരുന്നു. കഴിഞ്ഞ ദിവസം ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയെ സംബന്ധിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞായിരുന്നു ഞരമ്പ് ബൾബ് ചെയ്തവരെ സുഖപ്പെടുത്തുന്നത്. ആ സമയം തന്നെ സൗഖ്യം ലഭിച്ചു. ഓക്കെ. ഇപ്പോൾ ഈ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഭക്തിയോടെ പങ്കെടുത്ത സമയത്താണ് ഈ മകൾക്ക് വളരെ 8 മാസത്തോളം ഈ മകൾ ഈ ഞരമ്പ് വേദന കൊണ്ടൊക്കെ വിഷമിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ പ്രാർത്ഥനയിലൂടെ ആ സമയത്ത് ദൈവത്തിൻ്റെ ശക്തിയായ ഇടപെടൽ മൂലം അത് പൂർണ്ണമായിട്ട് വേദനയും മാറി, അതെല്ലാം അങ്ങനെ ബൾജ് ചെയ്തതെല്ലാം മാറി കിട്ടിച്ചിരുന്നു. വളരെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ മകൾക്ക് ഉടമ്പടിയിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഈ മകളോട് ചേർന്ന് പരിശുദ്ധ ദൈവമാതാവിനെയും ഈശോയെയും മഹത്വപ്പെടുത്തി തന്ന നന്മകൾക്ക് നന്ദിയായിട്ട് നമുക്ക് കൈയടിച്ച് ഈശോയ്ക്ക് കൃതജ്ഞത അർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.